മാക്സിമം കുട്ടികളെ 1 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള മാക്സിമം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. എന്റെ മോനിപ്പോ അംഗനവാടി പോകുന്ന മോനാ, 3 വയസ്സായിട്ടേ ഉള്ളൂ. എന്റെ മോനക്ക് ഇപ്പൊ ഇത് കൊടുക്കേണ്ടി വരുമോ? എന്റെ ഉമ്മച്ചിക്കൊന്നും ഇഷ്ടേ ഇല്ല. ഉമ്മച്ചി എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാല് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ അസുഖങ്ങൾ വരും എന്നുള്ളതാ. അത് 1 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുക. ഇതിലൊരു സൈഡ് എഫക്റ്റും ഇല്ല. ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച സ്ഥലത്തിൽ ചെറിയൊരു റെഡ്നെസ്സോ എന്തെങ്കിലും വന്നെന്നിരിക്കും, അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ വെപ്പിച്ചോളൂ, പനിയൊന്നും വരില്ല. ഉമ്മച്ചിനോട് പറഞ്ഞേട്ടോ. പനി, ജലദോഷം അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികൾക്ക് ഇത് വെപ്പിക്കാൻ പറ്റുമോ? ഭയങ്കരമായിട്ടുള്ള പനി, അതായത് പനി എന്തിൻ്റെ പനിയാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും അസുഖം, പിന്നെ വല്ല ലിവർ മഞ്ഞപ്പിത്തം പോലെ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മളത് ഒഴിവാക്കാം. പക്ഷെ ചെറിയ ജലദോഷവും പനിയൊക്കെ വെപ്പിക്കണം എന്നാണ്. അല്ല, ഈ കുത്തിവെപ്പ് ഇങ്ങനെ ഓരോ പേരിൽ ഓരോ കുത്തിവെപ്പ് ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലോ, അത് ഈ ജനസംഖ്യ കുറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു തന്ത്രാണോ എന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇത് ചെറിയ കുട്ടികളാണ് പോലെ നോക്കണേ. അപ്പൊ ഏകദേശം 16 വയസ്സോടെ ആവുമ്പോഴേക്കേ കുട്ടികളെ ഇതൊക്കെ കുറയല്ലോ. പ്രത്യുൽപാദനം അതൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ കുട്ടിയൊക്കെ. അതിന് വേണ്ടിയിട്ടാണോ എന്നൊരു സംശയം ഉണ്ട്. സംശയങ്ങളൊക്കെ ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതും ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ലാത്തതുമായ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത്, അതായത് ഊഹിച്ചെടുത്ത് കുത്തിപ്പൊക്കി ഓരോ ന്യൂസ് ഇങ്ങനെ വിടുന്നുണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. മനസ്സിലായോ? ഇത് അങ്ങനെയല്ല. ഇത് ക്ലിയറായിട്ട് അറിയാം, ഇതൊരു വൈറസാണ്, ഫേറ്റലാണ്, നമ്മളെ കുട്ടികളെ ബാധിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ പ്രതിരോധത്തിന് വേണ്ടി, അതും കേരളത്തിൽ ഓൾറെഡി തിരുവനന്തപുരത്തും ആലപ്പുഴയിലൊക്കെ അവിടുത്തെ കുട്ടികൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സംശയം? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിച്ചു വിടുന്ന ഓരോ ന്യൂസാണിത്. ഇതൊന്നും ചെവി കൊള്ളണ്ട കേട്ടോ. ആയിക്കോട്ടെ, നാളെ എപ്പോഴാണ് വിളിപ്പിക്കുന്നത് ആ ദിവസം പോയിട്ട് മക്കളെ കൂടെ പോയിട്ട് അത് വെപ്പിച്ചോളൂ. അയൽവക്കത്തൊക്കെ പറയണേ. ഞങ്ങൾ പറഞ്ഞോളാം.